രാത്രി 8 മണിക്ക് ശേഷമാണ് ഈ എരുമക്കൊല്ലി പൂളക്കുന്ന് ഉന്നതിയിൽ താമസിക്കുന്ന അറുമുഖന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കാട്ടാനയുടെ ചിഹ്നവിളി കേട്ട ശേഷമാണ് ആളുകൾ ആരെങ്കിലും ഈ ആനയുടെ മുന്നിൽ പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് ഈ 67-കാരനായ അറുമുഖനെ കാണുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഈ ഉന്നതിയിലേക്കുള്ള റോഡിന് സമീപത്ത് തന്നെ അറുമുഖന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നത്. 8 മണിയോട് കൂടി ആനന്റെ സൗണ്ട് കേട്ടിട്ട് ഒരു ഡൗട്ട് വെച്ചിട്ട് ഞാൻ കടയിൽ നിന്ന് ഹരിനെ വിളിച്ച പറഞ്ഞ് ഹരി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ ഒരു ചക്കൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പോന്നു. വന്ന് അവിടെ പോയിട്ട് പിന്നല്ല നമുക്ക് പിന്നെ റിട്ടേൺ വന്നിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നിട്ട് അടിച്ചു നോക്കുമ്പോൾ ആളിവിടെ സ്പോട്ടിൽ. എപ്പോഴും ആന ഇറങ്ങുന്ന പ്രദേശമാണ്. ഫോറസ്റ്റുകാർ വരും, പിന്നെ അവിടെ നിന്ന് ഒരു 2 പടം പൊട്ടിച്ചിട്ട് അവരങ്ങോട്ട് പോകും. പിന്നെ അതേപോലെ ഇവിടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകില്ല. പിന്നെ അതേമാതിരി തിരിച്ച് 2 പടം റിട്ടേൺ തിരിച്ച് വീട്ടിലേക്ക് വരും. എന്നിട്ട് വരുന്നത് നേരെ താഴോട്ടേക്ക് ഇറങ്ങും. ഇതാണ് ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പകലും റെഡി, രാത്രിയും സംഭവം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ രാത്രി ഇവിടുന്ന് കണ്ടതാണ്, ബദാമരത്തിൻ്റെ മേലെ വായിട്ട്. ഇന്നലെ രാത്രി ആനുണ്ട്, ഞാൻ രാത്രി ആനുണ്ട്. ഞാൻ 8:30 ആന വന്നതിന് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഇവരെല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. ഇയാൾ പിന്നെ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ്. എന്നും താഴെ പോയിട്ടും നടന്നു വരുന്ന ആളാണ്. അപ്പോൾ എന്നും ആ വരുന്ന സമയത്ത് ഇന്നെന്തോ സംഭവിച്ചു പോയി. എന്നാൽ ആന അവിടെ നിന്ന് ഇറങ്ങി, ഈ സൈഡിൽ നിന്ന് ഇറങ്ങി. ഇവിടെ തന്നെ കുറേ കർഷകർ അവരുടെ ഭൂമി ഉപേക്ഷിച്ച് കൃഷി ചെയ്യാൻ പറ്റാതെ നിരന്തരമായിട്ട് കാറ്റാടിൻ്റെ ശല്യം കൊണ്ട് ആളുകളെല്ലാം കൃഷി ഉപേക്ഷിച്ച് അവർ സ്ഥലം ഉപേക്ഷിച്ച് പോവുകയുണ്ടായത്. ഇപ്പോൾ ചെമ്പ്രയിൽ തന്നെ ഒരു തൊഴിലാളി പാർവതി ഒരു 3 വർഷം മുമ്പാണ് ആനയുടെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ആന തട്ടി മരണപ്പെട്ടു. ആദ്യമായിട്ട് ഇവിടെ ചെമ്പ്ര എസ്റ്റേറ്റിൽ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് അനീഫ. അതിനുശേഷം ഇവിടെ ഇത് 3ാമത്തെയാണ്. ഈ സംഭവം നടന്ന് 9 മണിയോട് കൂടിയാണ് മൃതദേഹം കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുകയാണ്. ഇതുവരെയും മൃതദേഹം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. നാട്ടുകാരെപ്പോഴും അജിത് കെ രാമനെ ഉപരോധിക്കുന്ന തരത്തിലുള്ള ഇതാണ് നടക്കുന്നത്. ചർച്ച നടക്കുന്നുണ്ട്. അവരുടെ 2 ഡിമാൻഡ്: ഒന്ന് കാട്ടാനയെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ ആനയെ പിടിച്ച് മറ്റു സ്ഥലത്തേക്ക് മാറ്റണം എന്നതാണ്. ഈ 2 ഡിമാൻഡും വനം വകുപ്പിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവർ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത്. സൗത്ത് വയനാട് DFO അജിത് കെ രാമനും വൈത്തിരി തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും ഏറെ നേരം പ്രതിഷേധം നീണ്ടു. ആളുകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ കൃത്യമായ ഒരു ഉറപ്പ് നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ രാത്രി 11:30യോടെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായത്. മൃതദേഹം തൽക്കാലം ആശുപത്രിയിലേക്ക് മാറ്റാം. ബാക്കി കാര്യങ്ങളിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും സർക്കാരിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനമെടുക്കാം. ആനയെ മയക്കുവെടി വെച്ച്, ഒരാനയാണ് നിരന്തരം ആളുകളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നത്, ആ ആനയെ മയക്കുവെടി വെച്ച് മാറ്റണം എന്ന ആവശ്യമാണ് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചത്. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. അതിൽ ജില്ലാ കലക്ടറെയും സർക്കാരിനെയും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന ഉറപ്പാണ് DFO നൽകിയത്. എന്തായാലും രാത്രി 12 മണിക്ക് 11:45 മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. ഈ ചർച്ചയ്ക്കൊടുവിലാണ് മൃതദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.